मैडम शॉट रेडी मैडम. रेडी सर. स्टार्ट कैमरा एक्शन. സിറ്റിയിലെ പല ഫാക്ടറീസും ക്ലോസ് ചെയ്തിരിക്കുന്നു. അവിടെ ജോലി ചെയ്ത പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടു. ഇപ്പൊ അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടില്ല. कट शॉट ओके बैकअप. ഇവളെന്താ പറയുന്നേ? അവളുടെ ബാഗ് അകത്ത് മറന്നു വെച്ചു. ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഓക്കെ സാരമില്ല, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ പോയിക്കോളാം. ഓക്കെ. ഗീത, ആരാടാ പുറത്ത്? ഒന്ന് പോയി നോക്ക്. പെട്ടെന്ന് പറഞ്ഞേ. ഇങ്ങോട്ടാടി ഓടാൻ നോക്കുന്നത്? निकली. ചേച്ചി, വാണിക്ക് എന്താ സംഭവിച്ചേ? വാണി ഇപ്പൊ ജീവനോടെ ഉണ്ടോ?
സർ നിങ്ങൾക്ക് മാസം മാസം പൈസ തരുന്നത് എന്റെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ? സോറി സർ. എന്തായാലും വന്നതല്ലേ, അവിടെ ഉള്ള ആ പെണ്ണിനെ കൊന്നേക്ക്. കൊലയൊന്നും ചെയ്യാൻ പറ്റില്ല സർ. ഇത് SP വരെ എത്തിയ കേസാ. എന്തെങ്കിലും പ്രശ്നം വന്നാ എന്റെ തൊപ്പി തെറിക്കും. ഹേയ്! പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് അവിടെ വന്നത്? ചൂടാവല്ലേ സാറേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാം. ആദ്യം അവിടെ വന്നവരെയൊക്കെ തിരിച്ചയക്ക്. ഓക്കെ സർ. സർ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നിങ്ങളിവിടെ വന്നതിന് തന്നെ അറസ്റ്റ് ചെയ്യണം. ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. സർ, ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത് സർ. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം സർ. നിങ്ങൾ ആദ്യം ഇവിടുന്ന് പുറത്തു പോകും. നോക്ക്, ഇതാ ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞേക്കെ. ഓക്കെ, വിഷമിക്കാതിരിക്കെ. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. ഇനി എന്താ വിഷമിക്കാനുള്ളത്? ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഇപ്പൊ വാണി. 2 വർഷം മുമ്പ് ഗൗതം എന്റെ ജീവിതമായിരുന്നു. എന്നാൽ റൂമിലേക്ക് പോ. നോക്ക് അച്ഛാ, ഞാൻ പഠിക്കുന്ന നേരത്തെ എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്യും. ഛേ, എടാ, സിവിലിന് പഠിക്കുന്ന നിനക്കെന്തിനാടാ സിനിമ? സിവിൽസിലെ സിനിമ ഒരു പാർട്ടാണ് ചാ. ഇപ്പൊ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഗൗതം, ഇന്ന നിനക്ക് വേണ്ടി Thanks, എന്താടി, ഞാൻ കോഫി വെച്ചപ്പോ അവനാണോ ടിഫിൻ കൊടുക്കുന്നത്? ഓ, അവൻ ചെറിയ കുട്ടിയല്ലേ, വിശപ്പൊന്നും സഹിക്കില്ല. കഴിക്കും മോനെ. അല്ല, ഈ ടിഫിൻ അവന് മാത്രമാണോ കോളനിക്ക് മൊത്തമാണോ? പാവം, അവൻ ചെറിയ കുഞ്ഞല്ലേ, കണ്ണു വെക്കല്ലേ. അർദ്ധരാത്രിയിൽ മദ്യപിച്ച് റോഡിൽ പ്രശ്നമുണ്ടാക്കുന്ന ചെറുപ്പക്കാർ. ഇവരിങ്ങനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾക്ക് അറിയോ? ഈ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ സത്യം മനസ്സിലാകും. ഒരുപക്ഷെ ഇവരുടെ പാരന്റ്സ് ഇത് അറിഞ്ഞാൽ രാവിലെ ആക്ഷൻ പടം കാണാം, എന്നിട്ട് രാത്രി ആക്ഷനിൽ ഇറങ്ങാം. നീ ചെയ്യുന്നൊക്കെ നോക്കടാ. അല്ല അച്ഛാ, ഒരു പെങ്കുച്ചിനെ രക്ഷിച്ചതാ. ഞാൻ രാത്രി പറഞ്ഞില്ലേ, നീ പറഞ്ഞ പോലെ പെണ്ണൊന്നും ഇല്ലല്ലോ. അടുത്ത് വരും. വെയിറ്റ് ആൻഡ് വാച്ച്. എടാ, ഇത് മുംബൈയാടാ. ഇവിടെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ കൊണ്ടുപോയി തലയിട്ടാലേ പിന്നെ നിന്റെ കഴുത്തങ്ങ് അറുത്തു മാറ്റും. ഇവരിങ്ങനെ ചെയ്യാനുള്ള കാരണം പാരന്റ്സ് ആണ്. എടാ, നീ കാരണം ഞങ്ങൾക്കാടാ ചീത്ത പേര്. ഞാൻ നല്ല കാര്യം അച്ഛാ ചെയ്തത്. നല്ല കാര്യം ചെയ്ത പ്രശംസയ്ക്ക് ഇങ്ങനെ ചീത്ത പറയല്ലേ ചെയ്യാ. അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ല. എന്തിനാ ഈ പറയുന്നത്? എടാ, വീട്ടിലിരിക്കാതെ എങ്ങോട്ടാടാ ഈ പോകുന്നേ? എന്നാ അച്ഛൻ ആ BP ടാബ്ലറ്റ് എടുത്ത് കൊടുക്ക്. പാവം, അവൻ വിശപ്പ് സഹിക്കില്ല. എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞു? അതിനവൻ എന്താടി ബാക്കി വെച്ചിരിക്കുന്നേ? ചൂടായിട്ട് ഒരു കാഫിതാ. ഒന്ന് പോയേ, നിങ്ങൾക്ക് കോഫി ഇല്ല, ടീ ഇല്ല.